യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നിയോഗ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഇന്ന് 3-ാമത്തെ ഞായറാഴ്ച ആവുകയാണ്. ഇന്നർപ്പിക്കുന്ന പ്രാർത്ഥനയിലും ബലികളിലും നിങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷമായിട്ടിരിക്കാം. ഇന്ന് പ്രത്യേകമായി മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് ഓർക്കുക. അവർക്ക് നമുക്ക് ഈ നിയോഗ പ്രാർത്ഥനയിൽ അവരെ കൂടി ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. ചിലർ അതീവ ദുഃഖിതരാണ്. അങ്ങനെയുള്ള ഓരോരുത്തരെയും ഓർത്ത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മരണം മൂലം വേർപിരിഞ്ഞു പോയ അവരുടെ ആത്മാവിനെ സ്വർഗത്തിൽ കർത്താവെ അങ്ങയോടൊപ്പം ഇരുത്തണമേ. സ്വർഗരാജ്യത്തിന് അവരെ അവകാശികളാക്കണമേ. മരണം മൂലം വേർപിരിഞ്ഞു പോയ ഓരോരുത്തരെയും നമുക്ക് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതി വച്ച നിയോഗത്തെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഒരനുഗ്രഹം അനുഭവിച്ച് ആരംഭിക്കാൻ കഴിയുന്നത് ദൈവം ഒരുക്കുന്നൊരു നിയോഗമാണ്, ഒരു ഭാഗ്യവുമാണ്. ദൈവവചനം കേൾക്കുന്നതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു അനുഗ്രഹമാകട്ടെ, ദൈവത്തിൻ്റെ കാരുണ്യമാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹമാകട്ടെ നിങ്ങൾ അനുഭവിക്കുന്നത്. നിയോഗത്തെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കർത്താവ് ഞായറാഴ്ച അർപ്പിക്കുന്ന ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ എഴുതി വച്ച നിയോഗങ്ങൾ 1, 2, 3 ആ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ തിരുരക്തത്താൽ ഈ നിയോഗത്തെ, എൻ്റെ വീടിനെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ പ്രിയപ്പെട്ടവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ. ആമേൻ. പ്രതീക്ഷയോടെ ഇരുന്നേ, പ്രാർത്ഥനയോടെ ഇരുന്നേ, ശരീരത്തെ മനസ്സിനെ ഒരുക്കി പ്രാർത്ഥിച്ചേ. ഈ വചനം കേൾക്കാൻ ഒരുങ്ങിക്കേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ 2 സാമുവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ പേടകം സ്വന്തം സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് മനസ്സ് തോന്നിയില്ല. എന്തോ ഒരു പേടി, ഒരു ഭയം തോന്നി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പേടകം അദ്ദേഹം സ്വന്തം വീട്ടിൽ, കൊട്ടാരത്തിൽ കൊണ്ടുവന്നില്ല. ഞാൻ ആ വാക്യം വായിക്കുവാണ്. 2 സാമുവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ഒരുപക്ഷെ വചനം കേൾക്കാൻ മനസ്സ് വരാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ മനസ്സ് വരാത്തവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. ദാവീദിനും പേടകം തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ എന്തോ മനസ്സ് വന്നില്ല. ദാവീദ് എന്തു ചെയ്തു? അത് ഹിത്യനായ ഓബദ് എദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. എന്നിട്ട് ദാവീദ് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പേടകം ഓബദ് എദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ട് എങ്ങനെ പോകുന്നുവെന്ന് ദാവീദ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. 11-ാമത്തെ വാക്യം, കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്ന്, 90 ദിവസം ഏകദേശം ഇരുന്നു. കർത്താവ് ഓബദ് എദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഇതാരറിഞ്ഞു? ദാവീദ് അറിഞ്ഞു. ദാവീദിന് ആദ്യം മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ഓബദ് എദോം എന്ന വ്യക്തി, ഹിത്യനായ വ്യക്തിയുടെ വീട്ടിൽ സ്ഥാപിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ പേടകം ഈ ഹിത്യനായ ആ വ്യക്തിയുടെ വീട്ടിലിരുന്നപ്പോൾ ആ വീടിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ദാവീദ് മനസ്സിലാക്കി. നിയോഗ പ്രാർത്ഥനയിൽ വചനം കേട്ട് ഡെയിലി ബ്ലെസ്സിങ് ആകട്ടെ, നിയോഗ പ്രാർത്ഥനയാകട്ടെ, നിങ്ങളൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് പലരും അറിയാനിടവരട്ടെ. നിങ്ങളെ ചുറ്റുവട്ടത്തുള്ളവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ചിലർ പലരും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ടത്, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടത്, സാമ്പത്തികം അനുഗ്രഹിക്കപ്പെട്ടത്, സ്വഭാവം അനുഗ്രഹമായത് പലരും അറിയാനിടവരട്ടെ. മറ്റൊരാൾ അറിയാനിടയാകത്തക്ക വിധം ദൈവം അനുഗ്രഹിക്കും. മറ്റൊരാൾ ചോദിക്കും, മറ്റൊരാൾ ചോദിക്കത്തക്ക വിധം, മറ്റൊരാൾ അറിയത്തക്ക വിധം ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദാവീദ് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്.
ഹിത്യനായ ഈ വ്യക്തിയുടെ വീട്ടിൽ ദൈവത്തിൻ്റെ പേടകം, ഇന്ന് ഈ പേടകം ഇരുന്നിട്ട് എന്നാ സംഭവിച്ചത്? ഇന്ന് ദൈവത്തിൻ്റെ പേടകം ദൈവത്തിൻ്റെ വചനമാണ്. അത് നമ്മളിലായിരിക്കുന്നത്. ഇത് ലക്ഷക്കണക്കിന് വ്യക്തികളിലേക്ക് അനുഗ്രഹമായി വരുന്നുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. 12-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബദ് എദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അവൻ്റെ കുടുംബത്തെ മാത്രമല്ല, അവനുള്ള സകലത്തിൻ്റെ മേലും അനുഗ്രഹമുണ്ടായത് ദാവീദ് അറിഞ്ഞ്, അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം മനസ്സൊന്നുമില്ലായിരുന്നു, ആദ്യം ഇഷ്ടമില്ലായിരുന്നു, പേടിയായിരുന്നു, ഭയമായിരുന്നു. പിന്നെയാണ് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പം ദാവീദ് അത് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. പ്രിയരെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും അനുഗ്രഹമാണ്. അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക. അത് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സകലത്തിൻ്റെ മേലും ഒരു ദൈവാനുഗ്രഹമുണ്ടാകാൻ കാരണമാകട്ടെ. ദാവീദ് ഇങ്ങനെയൊക്കെ ചെയ്തു. ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്നു. ഇനി എഴുതിയിട്ടുള്ളൊരു വാക്കുണ്ട്, 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ പേടകം ദാവീദ് നഗരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എഴുതിയിരിക്കുവാണ്, ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. മക്കളെ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അവൻ എനിക്ക് ആലയം പണിയും. 14-ാമത്തെ വാക്യം വായിച്ചു നോക്ക്. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ഇനി 16-ാമത്തെ വാക്യം, നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനങ്ങളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദൈവത്തിൻ്റെ പേടകം വന്നപ്പോൾ മുതൽ ദാവീദിനെ തേടി വന്നത് അനുഗ്രഹങ്ങളാണ്. ദാവീദിന് അനുഭവിക്കാൻ കഴിഞ്ഞത് അനുഗ്രഹങ്ങളാണ്. ഇനി 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദാവീദ് പോയിടത്തൊക്കെയും കർത്താവ് അവന് വിജയം കൊടുത്തുകൊണ്ടിരുന്നു. ഒത്തിരി ദൈവാനുഗ്രഹം, ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിൻ്റെ പേടകം സന്തോഷപൂർവ്വം സ്വീകരിച്ചപ്പോൾ ദാവീദിനെ തേടി വന്നത് ദുരന്തമല്ല, ദാവീദിനെ തേടി വന്നത് അപകടമല്ല, ദാവീദിനെ തേടി വന്നത് നിരാശയല്ല, ദാവീദിനെ തേടി വന്നത് ശാപമല്ല. ദാവീദിനെ തേടി വന്നത് തലമുറകൾ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹത്തിന് തുടക്കമാണ്. പ്രിയരെ, എല്ലാവരും കേട്ടെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, മക്കൾ, കൊച്ചുമക്കൾ, നിങ്ങൾക്കുള്ള സകലത്തിൻ്റെ മേലും നിങ്ങൾ പോലും അറിയാതെ കൈവരുന്ന ചില നന്മകളുണ്ട്. ദാവീദ് ആദ്യം പേടിച്ച് മനസ്സ് വന്നില്ല. ഒത്തിരി പേര് അങ്ങനെയാ. ഡെയിലി ബ്ലെസ്സിങ്, നിയോഗ പ്രാർത്ഥനയൊക്കെ ആദ്യം മനസ്സ് വന്നില്ല, ഇഷ്ടമില്ലായിരുന്നു. ഇതെന്ത് പ്രാർത്ഥനയാ, പുതിയ പ്രാർത്ഥനയോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി. പക്ഷെ അതിനുശേഷം ആളുകൾ, അനേകർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ട് ഈ പ്രാർത്ഥനയെ സന്തോഷപൂർവ്വം സ്വീകരിച്ചപ്പോൾ എത്ര നൂറുകണക്കിന്, ആയിരക്കണക്കിന് ദൈവപ്രവർത്തികൾ, സാക്ഷ്യങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ മനുഷ്യർക്ക് തുടങ്ങി. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ദോഷമല്ല കുഞ്ഞെ ഇതിലൂടെ വരുന്നത്, അനുഗ്രഹമാണ്. ഇങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ്, ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരികയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. അങ്ങനെ ഒരു അനർത്ഥമോ വിഷമോ വന്നാൽ അത് നിൻ്റെ വീടിൻ്റെ ഗേറ്റ് വരെ വരത്തുള്ളൂ, ആ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറില്ല. കാരണം നിന്നിലും നിൻ്റെ കുടുംബത്തിലും നിൽക്കുന്ന ദൈവീക സംരക്ഷണത്തിൻ്റെ ഒരു ശക്തമായ ഉറപ്പുള്ളൊരു വേലിക്കെട്ടുണ്ട് അവിടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കുക. മരണം മൂലം വേർപിരിഞ്ഞു പോയവരെ ഞായറാഴ്ച ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുമാകട്ടെ, ബന്ധുക്കളിലെ ചിലരാകാം, പ്രിയപ്പെട്ടവർ, ഉപകാരികളാകാം, സഹായിച്ചവരാകാം, ശുശ്രൂഷകരാകാം, സമർപ്പിതരാകാം, വൈദികരാകാം, സിസ്റ്റേഴ്സാകാം, ആരുമാകട്ടെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ആത്മാവിനെ നിത്യ സൗഭാഗ്യത്തിൽ അങ്ങ് എത്തിക്കണമേ, സ്വർഗരാജ്യത്തിന് അവകാശിയാക്കണമേ. എഴുതി വച്ച നിയോഗത്തിൻ്റെ മേൽ 3 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. എൻ്റെ കൂടെ ഏറ്റുചൊല്ലി പ്രാർത്ഥന. ഇന്ന് കേട്ട വചനത്തിലൂടെ ഈ 33 പ്രാവശ്യം ചെല്ലുമ്പോൾ ആദ്യത്തെ 3 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 3 നിയോഗത്തെയും അങ്ങ് സ്വീകരിക്കണമേ. അതിന്മേൽ നിലനിൽക്കുന്ന
എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 3 നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ബാക്കി 30 പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ, കുടുംബങ്ങളിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിലും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. മരണം മൂലം വേർപിരിഞ്ഞു പോയ അവരുടെ ആത്മാവിനെ സ്വർഗത്തിൽ നിത്യ സൗഭാഗ്യത്തിൽ അങ്ങ് ചേർക്കണമേ. ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരികയില്ല, ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഈ വാഗ്ദത്ത വചനം ഞങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും അകത്തും പുറത്തുമുള്ള എല്ലാ അവയവങ്ങളെയും കേടുപാടുകൾ കൂടാതെ പരിക്കുകളില്ലാതെ സംരക്ഷിക്കണമേ. ഒരനിഷ്ട സംഭവങ്ങൾക്ക് ഞങ്ങളെ സാക്ഷിയാക്കരുതേ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും തരണമേ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ, ഇവിടെ എഴുതി വച്ച നിയോഗങ്ങളെ, പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തികളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ ആർക്കൊക്കെയാണോ വചനം അയച്ചു കൊടുത്തത് അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെ തിങ്കളാഴ്ച ഏറെ പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ട ദിവസമാണ്. നാളെ മുടങ്ങാതെ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കാൻ ഇടയാകട്ടെ. അനേകരിലേക്ക് ദൈവകൃപയുടെ വർഷം, ഒരു മഴ പെയ്യാൻ ഇടയാകട്ടെ. നാളെ 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.